ഹലോ എവരി വൺ, മോറൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. എൻ്റെ ചാനലിലെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആണ്. mAhയുടെ പവർ ബാങ്കാണ്. 20,000 mAhൻ്റെ പവർ ബാങ്കാണ്. 1499 രൂപ വില കൊടുത്ത് വാങ്ങിയ പവർ ബാങ്കാണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. കൂടുതലൊന്നും പറയാതെ നമുക്ക് ഈ ഒരു പവർ ബാങ്കിൻ്റെ ഫീച്ചറിലേക്ക് കടക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഏകദേശം ഒരാഴ്ചയോളം സമയമെടുത്താണ് എനിക്ക് ഈ ഒരു ഐറ്റം ലഭിച്ചത്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പാക്ക് തുറന്നു നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ ഇൻവോയ്സ് ആണ്, അതായത് ബില്ലിംഗ് എത്ര പൈസ ആയിട്ടുണ്ടെന്നാണ് ഇതിൽ കാണിക്കുന്നത്. 1499 രൂപയായിട്ടുണ്ട്. ഓക്കെ, പവർ ബാങ്ക് നല്ല അടിപൊളിയായി നല്ലൊരു പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ എഴുതിയിട്ടുണ്ട് mAh പവർ ബാങ്ക് 2i 20,000 mAh 18 വാൾട്ട് ഫാസ്റ്റ് ചാർജിങ്. ഇതൊരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനമാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിൻ്റെ കവറിനകത്ത് ഇവിടെ ഒരു കോഡ് കാണാം. ഈ ഒരു കോഡ് ഈ ഒരു പ്രോഡക്റ്റ് mAhയുടേതാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് ഇത്. ഇവരുടെ ഈ സൈറ്റിൽ പോയി ഈ ഒരു കോഡ് അടിച്ചു കൊടുത്താൽ നമ്മൾ ഓർഡർ ചെയ്ത അതേ സാധനമാണോ അതേ കമ്പനിയുടേതാണോ എന്ന് നമുക്കറിയാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കോഡ് ഇവിടെ മുമ്പുണ്ടായിരുന്നില്ല, ഞാനിത് സ്ക്രാച്ച് ചെയ്തെടുത്തതാണ്. അതേപോലെ ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ എല്ലാ വിഷയങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 20,000 mAh 20,000 mAh, അതേപോലെ മൈക്രോ USB ആണ്, USB-A ആണ് ഔട്ട്പുട്ട്. അതേപോലെ ഇൻപുട്ട് 5 വാൾട്ട് 2 ആംപിയർ ആണ്, മറ്റൊന്ന് 9 വാൾട്ടും 2 ആംപിയർ ആണ്. 2 പോർട്ടുകളാണുള്ളത്. അതേപോലെ ഔട്ട്പുട്ട് ഡുവൽ പോർട്ടാണ്. 5.1 3.6 ആംപിയർ ആണ്. അതായത് 3.6 ആംപിയർ ഔട്ട്പുട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ സാധാരണ ചാർജറുകളൊക്കെ 2 ആംപിയർ ആണ് ഇവിടെ ഉണ്ടാവുക. പക്ഷെ ഇതിൽ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ആംപിയർ. അതുകൊണ്ടാണ് സ്പീഡ് ചാർജ് ആവുന്നത്. 1999 രൂപയാണ്. അതായത് ഏകദേശം 2,000 രൂപയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ലഭിച്ചത് 1499 രൂപക്കാണ്. ഇതുപോലെ സീൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഈ സീല് പൊട്ടിച്ചുകൊണ്ട് ഇത് തുറന്നു നോക്കാം. ഇതൊരു യൂസർ മാനുവലാണ്. ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് കാണിക്കുന്ന യൂസർ മാനുവൽ. പിന്നെ നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മുടെ പവർ ബാങ്കാണ്. നല്ല അടിപൊളിയായിട്ടാണ് പവർ ബാങ്ക് പാക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതിലൊരു USB കേബിൾ കൂടിയുണ്ട്. പവർ ബാങ്കിന് വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് തുറന്നു നോക്കാം. ആ സമയത്ത് ഇങ്ങനെയാണ് പവർ ബാങ്ക് ഉള്ളത്. ഈ പവർ ബാങ്ക് mAh കമ്പനി ഇറക്കുന്ന 20,000 mAh പവർ ബാങ്കാണ്. അതേപോലെ ഇതിൽ 2 USB പോർട്ടും മറ്റൊന്ന് ചെറിയ ചാർജിങ് പോർട്ടുമാണുള്ളത്. ഇവിടെ ചാർജിങ് ഇൻഡിക്കേറ്റർ ഉണ്ട്. 4 ലൈറ്റുകളാണ് ഇവിടെ ഉള്ളത്. അതേപോലെ 2 സോക്കറ്റുകളും ഇതിലുണ്ട്. ഇതിൻ്റെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് ഇങ്ങനെ അമർത്തി പിടിച്ചാലാണ് നമ്മളെ ചാർജിങ് ഓൺ ആകുന്നത്. അപ്പോൾ ഇതിൽ 2 സിഗ്നലാണ് ചാർജ് ഉള്ളത്. ഫോണ് ചാർജ് ആകുന്നുണ്ട്. 4,000 mAhൻ്റെ ഫോണ് 5 പ്രാവശ്യം ചാർജ് ചെയ്യാമെന്നാണ് പറയുന്നത്. എത്രത്തോളം വർക്കാവുന്നുണ്ടെന്നറിയില്ല. പക്ഷേ എങ്കിലും ഒരുപാട് ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല റേറ്റിംഗ് ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയാണിത്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നന്ദി.